സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന തരിക്കഞ്ഞിയല്ല, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞി തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതലും തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ നമ്മുടെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരിക്കഞ്ഞി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ചേർക്കുന്നത്. ഒരു 5-6 ഡേറ്റ്സ് ഞാനൊരു 1/4 കപ്പ് പാലിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് നമ്മുടെ തരിക്കഞ്ഞീനെ സ്പെഷ്യലാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ കുരു കളഞ്ഞിട്ടാണ് ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾ പാൽപ്പൊടി ഒഴിവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ 2 ടീസ്പൂണോളം നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. സാധാരണ നോമ്പിന് മുന്നേ എല്ലാവരും റവ വറുത്ത് വെക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വറുത്തെടുത്ത റവയായാലും ഇതുപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു 4 ടീസ്പൂണോളം റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കളറൊന്നും മാറരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. ആ ഒരു നെയ്യുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് അത്രയുള്ള ഒരു ചെറിയ പിടി സേമിയ ചേർത്ത് കൊടുക്കാം. ഇത്രയും എടുത്തിട്ടുള്ളൂ, അധികമൊന്നും എടുത്തിട്ടില്ല. സേമിയ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. തരിക്കഞ്ഞി കുടിക്കുന്ന സമയത്ത് ആ സേമിയയും കൂടി കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സേമിയ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയേ വേണ്ടൂ. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് പാലിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർക്കുന്ന സമയത്ത് മറ്റേ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. റവ ഒരു കട്ട കെട്ടി കിടക്കുമല്ലെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. ഡേറ്റ്സ് നല്ല മധുരം ഉണ്ടാവും. പക്ഷെ ഞാനൊരു 2 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതുപോലെ നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡേറ്റ്സിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുക്കിയെടുക്കരുത്. നമ്മൾ തരിക്കഞ്ഞിയും പാലും ഇതൊക്കെ കുടിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അധികം തിക്കുമല്ല അധികം ലൂസും അല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമിയൊക്കെ നന്നായിട്ട് റെഡിയായി. ഇപ്പം കണ്ടില്ലേ, നല്ല കട്ടിയല്ല നല്ല ലൂസും അല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ 2 ഏലക്ക ഉണ്ടല്ലോ അതെടുത്ത് കളയുന്നുണ്ട്, കുടിക്കുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊതുവെ നമ്മുടെ തരിക്കഞ്ഞിയിലൊക്കെ കാച്ചി ഒഴിക്കാറുണ്ടല്ലോ, അതിപ്പോൾ ചെയ്തെടുക്കുകയാണ്. 1 ടീസ്പൂണോളം നെയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 മുറി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയാണ് ടേസ്റ്റ്, ഞാനിപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്നട്ട് റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് റൈസൻസും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ വറവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ തരിക്കഞ്ഞിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞി. നല്ല ടേസ്റ്റുള്ളൊരു തരിക്കഞ്ഞിയാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഗസ്റ്റിനൊക്കെ കൊടുക്കാം. അപ്പോൾ എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.